നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കുക. പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ. Principle of inclusion and exclusion for sets. That is, let A and B be any two sets, then number of A union B is equal to number of A plus number of B minus number of A intersection B. Inclusion exclusion principle for three sets. Let A, B, C are any three sets, then n of A union B union C is equal to n of A plus n of B plus n of C minus n of A intersection B minus n of A intersection C minus n of B intersection C plus n of A intersection B intersection C. Question: how many positive integers not exceeding 1000 that are divisible by 2, 3 or 5 and not divisible by 2, 3 or 5. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 1000-നെ എക്സീഡ് ചെയ്യാത്ത രീതിയിൽ എത്ര നമ്പേഴ്സ്, എത്ര പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഉണ്ട് ദാറ്റ് ആർ ഡിവിസിബിൾ ബൈ 2 or 3 or 5. ഓക്കെ, അതുപോലെ തന്നെ ഡിവിസിബിൾ അല്ലാത്തതും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഫോർ 3 സെറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. അതിൽ ഫസ്റ്റ് സെറ്റ് ലെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് നോട്ട് എക്സീഡിങ് 1000 ദാറ്റ് ആർ ഡിവിസിബിൾ ബൈ 2. B, set of positive integers not exceeding 1000 that are divisible by 3. C, set of positive integers not exceeding 1000 that are divisible by 5. Therefore, നമ്മളോട് n of A union B union C ആണ് ചോദിച്ചിട്ടുള്ളത്. That is equal to n of A plus n of B plus n of C minus n of A intersection B minus n of A intersection C minus n of B intersection C plus n of A intersection B intersection C. സോ നമുക്ക് ആദ്യം n of A കണ്ടുപിടിക്കാം. നമ്മൾ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ദാറ്റ് ആർ ഡിവിസിബിൾ ബൈ സം A നോട്ട് എക്സീഡിങ് n അത് കണ്ടുപിടിക്കുന്നത് ഫ്ലോർ ഫംഗ്ഷൻ എന്ന ഫോർമുല യൂസ് ചെയ്തിട്ടാണ്. അതായത് n ബൈ എ, ഇതാണ് നമുക്ക് ഫ്ലോർ ഫംഗ്ഷൻ എന്ന ഫോർമുല പറയുന്നത്. ഇതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ എന്നിനെ എ കൊണ്ട് ഡിവൈഡ് ചെയ്യും. n എന്ന് പറയുന്നത് നോട്ട് എക്സീഡിങ് 1000 എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ 1000 ആണ് ഇവിടുത്തെ n എന്ന് പറയുന്നത്. ഡിവിസിബിൾ ബൈ ഒരു ഇൻറ്റിജർ പറഞ്ഞാൽ ആ ഇൻറ്റിജറാണ് എ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ n ബൈ എ ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. n ബൈ എ കണ്ടുപിടിച്ചിട്ട് ലാർജസ്റ്റ് ഇൻറ്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ബൈ എ. n ബൈ എനെക്കാട്ടിലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിട്ടുള്ള ലാർജസ്റ്റ് നമ്പർ. ഓക്കെ, അപ്പോൾ 12.3 ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിനെക്കാട്ടിലും ചെറുതോ അതിനോട് ഈക്വലോ ആയിട്ടുള്ള വലിയ നമ്പർ ഏതാ? 12 അല്ലേ? അപ്പോൾ നമ്മൾ 12 എടുക്കുക. അങ്ങനെയാണ് ഇത് നമ്മൾ ചെയ്യാം. അപ്പോൾ ഫ്ലോർ ഫംഗ്ഷൻ്റെ ഹെൽപ്പോടെയാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ n ഓഫ് എ എന്ന് പറയുന്നത് നമുക്കിവിടെ ക്യാപിറ്റൽ N 1000 ആണ്. എ എന്ന് പറയുന്ന സെറ്റ് എന്താ? ഡിവിസിബിൾ ബൈ 2 അല്ലേ? അപ്പം എ എന്ന് പറയുന്നത് 2 which is equal to 1000 by 2 എന്താ? 500. അവിടെ പോയിന്റ്സ് ഒന്നുമില്ല, അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ എഴുതാം. നെക്സ്റ്റ് n of b is equal to 1000
divided by 3 which is equal to 39.3. അപ്പം ഇവിടെ പോയിന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ലാർജസ്റ്റ് ഇൻറ്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 333.3 എന്ന് പറയുന്നത് എന്താ? 333 ആണ്. അപ്പോൾ അത് നമ്മൾ എടുത്തു. നെക്സ്റ്റ് n ഓഫ് c. n ഓഫ് c is equal to 1000 divided by 5 which is equal to 200. Next n of a intersection b. n of a intersection b 1000 divided by എയും ബിയും അല്ലേ. എ എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ 2 ആണ്, ബി എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ 3 ആണ്. അപ്പോൾ 2ഉം 3യും പ്രൈം നമ്പേഴ്സ് ആണ്, അവർക്ക് കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അവരുടെ LCM 2 into 3 തന്നെയാണ്, അതെടുക്കുക. which is equal to 500 divided by 3 which is equal to 1. 20 പോയിന്റ് വീണ്ടും 6 which is equal to 166. നമുക്ക് n of a intersection c. a intersection c എന്ന് പറയുന്നത് 1000 divided by 2ഉം 5ഉം ആണ്, കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല. അപ്പോൾ LCM 2 into 5 ആണ്. which is equal to 500 divided by 5 which is equal to 100. n of b intersection c which is equal to 1000 divided by ബിയും സിയും 3ഉം 5ഉം ആണ്. 3ഉം 5ഉം കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല. അപ്പം അവരുടെ LCM എന്ന് പറയുന്നത് 3 into 5 which is equal to 200 divided by 3 which is equal to 20 6 3 18 വീണ്ടും 6 3 18 is equal to 66. Now n of a intersection b intersection c which is equal to 1000 divided by 2 3 5. 3 പേർക്കും കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല, അതുകൊണ്ട് അവരുടെ LCM 2 into 3 into 5 which is equal to 500 divided by 3 into 5 which is equal to 100 divided by 3 which is equal to 3.3 which is equal to 33. n of a എന്ന് പറയുന്നത് 500 plus n of b 333 plus n of c 200 minus n of a intersection b 166 minus n of a intersection c 100 minus n of b intersection c 66 plus n of a intersection b intersection c 33 which is equal to is equal to 734. ഇനി നമ്മളോട് ഒന്നും കൂടി ചോദിച്ചിട്ടുണ്ട്, that are not divisible by 2 3 or 5 എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? divisible by 2 3 or 5 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പറിൽ നിന്ന് ഈ ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് അങ്ങ് മൈനസ് ചെയ്താൽ മതി. ദറ്റ് ഈസ് n of a union b union c complement is equal to total 1000 minus 734 which is equal to 266. Okay. ഒരു ക്വസ്റ്റ്യൻ നോക്കുക. A total of
1,232 students have taken a course in Spanish, 879 students have taken a course in French, 114 students have taken a course in Russian, 103 have taken both Spanish and French, 23 have taken both Spanish and Russian, 14 have taken both French and Russian. If 2,092 students have taken at least one of Spanish, French and Russian, then how many students have taken a course in all three languages? അപ്പോൾ നമുക്ക് 3 ലാംഗ്വേജസ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? സ്പാനിഷ്, ഫ്രഞ്ച്, റഷ്യൻ. അപ്പോൾ അതിന് നമ്മൾ 3 സെറ്റ്സ് ആയിട്ട് എടുത്തു, ABC. നമുക്ക് സ്പാനിഷ് മാത്രം സംസാരിക്കുന്നവരുടെ എണ്ണം 1,232 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ NA എന്ന് പറയുന്നത് 1,232 ആണ്. ഫ്രഞ്ച് മാത്രം സംസാരിക്കുന്നത് 879 ആണ്. അപ്പോൾ NB 879. റഷ്യൻ മാത്രം സംസാരിക്കുന്നത് 114. അപ്പോൾ NC എന്ന് പറയുന്നത് 114 ആയിട്ട് എടുക്കുക. നെക്സ്റ്റ് നമുക്ക് എന്താ തന്നിരിക്കുന്നത്? സ്പാനിഷും ഫ്രഞ്ചും സംസാരിക്കുന്ന 103 ഉണ്ട്. സ്പാനിഷും റഷ്യനും സംസാരിക്കുന്ന 23 ഉണ്ട്. റഷ്യനും ഫ്രഞ്ചും സംസാരിക്കുന്ന 14 പേരുണ്ട്. ഇതിൽ 3 ഒന്നെങ്കിൽ സ്പാനിഷ് അല്ലെങ്കിൽ ഫ്രഞ്ച് അല്ലെങ്കിൽ റഷ്യൻ, അതിലേതെങ്കിലും ഒന്ന് സംസാരിക്കുന്ന 2092 പേരുണ്ട്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 3 ലാംഗ്വേജും എടുത്തിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ നമ്പറാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് NA_B_C ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുക. അതെന്ന് പറയുന്നത് NA യൂണിയൻ B യൂണിയൻ C = NA + NB + NC - NA B - NA C - NB C + NA B സോ നമുക്ക് NA യൂണിയൻ B യൂണിയൻ C എന്താണെന്ന് നമുക്കറിയാം. 2092 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1,232 + 879 + 114 - 103 - 23 - 14 + NA B/C. അതെന്താണെന്ന് നമുക്കറിയില്ല. ഈ കാൽക്കുലേഷൻസ് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? NA B/C = 7 കിട്ടും. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓർ ക്രോസ് പ്രോഡക്റ്റ് ഓഫ് 2 sets. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓർ ക്രോസ് പ്രോഡക്റ്റ് ഓഫ് 2 sets. നമ്മുടെ കയ്യിൽ 2 സെറ്റ്സ് എയും ബിയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എയിൽ നിന്നും ബിയിലേക്കുള്ള കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് A×B എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ഓഫ് ദ ഫോം AB such that A belongs to A, B belongs to B. A×B എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ഓഫ് ദ ഫോം AB. അതിലെ A ഫസ്റ്റ് എലമെൻറ്റ് ഫസ്റ്റ് സെറ്റിൽ നിന്ന് എലമെൻ്റ് ആയിരിക്കും, സെക്കൻഡ് എലമെൻറ്റ് സെക്കൻഡ് സെറ്റിൽ നിന്നുള്ള എലമെൻ്റ് ആയിരിക്കും. ഇതാണ് ക്രോസ് പ്രോഡക്റ്റ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലെറ്റ് A = set 2, 4 and B is equal to set 1, 3, 5. അങ്ങനെയാണെങ്കിൽ A×B is equal to set of all ordered pairs AB such that A belongs to capital A and B belongs to capital B. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് എല്ലാ ഓർഡേർഡ് പേഴ്സും അതിൽ ആദ്യത്തെ എലമെൻറ്റ് സെറ്റ് എയിൽ നിന്നുള്ളതായിരിക്കണം, രണ്ടാമത്തെ എലമെൻറ്റ് സെറ്റ് ബിയിൽ നിന്നും ഉള്ളതായിരിക്കണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ സെറ്റിലുള്ള ഫസ്റ്റ് എലമെൻറ്റ് നോക്കാം. 2 2 വെച്ചിട്ട് ഈ ബിയിലുള്ള ഓരോ എലമെൻറ്റ്സിനെ പെയർ ചെയ്യാം. അപ്പോൾ ഫസ്റ്റത്തെ എലമെൻറ്റ് 2, സെക്കൻഡ് എലമെൻറ്റ് 1 ആവാം. ഫസ്റ്റ് എലമെൻറ്റ് 2, സെക്കൻഡ് എലമെൻറ്റ് 3 ആവാം. ഫസ്റ്റ് എലമെൻറ്റ് 2, സെക്കൻഡ് എലമെൻറ്റ് 5 ആകാം. നെക്സ്റ്റ് ഫസ്റ്റ് എലമെൻറ്റ് 4, സെക്കൻഡ് എലമെൻറ്റ് 1, ഫസ്റ്റ് എലമെൻറ്റ് 4, സെക്കൻഡ് എലമെൻറ്റ് 3, ഫസ്റ്റ് എലമെൻറ്റ് 4, സെക്കൻഡ് എലമെൻറ്റ് 5. ഇനി ഫസ്റ്റ് സെറ്റിലെ എലമെൻറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സെറ്റ് ക്ലോസ് ചെയ്യാം. ഇതാണ് A×B. അതുപോലെ B×A ആണെങ്കിൽ എങ്ങനെ വരും? B×A എന്ന് പറയുമ്പോൾ എന്ത് വരും? ആദ്യത്തെ എലമെൻറ്റ് സെറ്റ് ബിയിൽ നിന്നും എടുക്കണം, രണ്ടാമത്തെ എലമെൻറ്റ് സെറ്റ് എയിൽ നിന്നും എടുക്കണം. അപ്പം ആദ്യത്തെ എലമെൻറ്റ് 1, സെക്കൻഡ് എലമെൻറ്റ് 2, ആദ്യത്തെ എലമെൻറ്റ് 1, സെക്കൻഡ് എലമെൻറ്റ് 4.
ആദ്യത്തെ എലമെൻറ്റ് 3, സെക്കൻഡ് എലമെൻറ്റ് 2, ആദ്യത്തെ എലമെൻറ്റ് 3, സെക്കൻഡ് എലമെൻറ്റ് 4, ആദ്യത്തെ എലമെൻറ്റ് 5, സെക്കൻഡ് എലമെൻറ്റ് 2, ആദ്യത്തെ എലമെൻറ്റ് 5, സെക്കൻഡ് എലമെൻറ്റ് 4. ഇതാണ് ബി ക്രോസ് എ. നെക്സ്റ്റ് ബൈനറി റിലേഷൻ. ബൈനറി റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സെറ്റ്സ് നമ്മുടെ കയ്യിലുണ്ട്, എയും ബിയും. എയിൽ നിന്നും ബിയിലേക്കുള്ള ബൈനറി റിലേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് എ ക്രോസ് ബി എഴുതുക. എ ക്രോസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എ ബി സച്ച് ദാറ്റ് എ ബിലോങ്സ് ടു എ, ബി ബിലോങ്സ് ടു ബി. അപ്പോൾ ആദ്യം നിങ്ങൾ എ ക്രോസ് ബി എഴുതണം. എ ക്രോസ് ബി എഴുതി കഴിഞ്ഞാൽ എ ക്രോസ് ബിയുടെ ഏത് സബ്സെറ്റും ഒരു റിലേഷനാണ്, ഒരു ബൈനറി റിലേഷനാണ്. എ ക്രോസ് ബിയുടെ ഏത് സബ്സെറ്റും ബൈനറി റിലേഷൻ ഫ്രം എ ടു ബി എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ബി ക്രോസ് എയിലെ ഏത് സബ്സെറ്റും ബൈനറി റിലേഷൻ ഓഫ് ബി ഓൺ എ എന്ന് പറയാം. ക്വസ്റ്റ്യൻ, ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 2, 4, ബി ഈസ് ഈക്വൽ ടു സെറ്റ് 1. ഫൈൻഡ് എ റിലേഷൻ ഫ്രം എ ടു ബി. നമ്മളോട് എയിൽ നിന്നും ബിയിലേക്കുള്ള ഒരു റിലേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, റിലേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ആദ്യം എ ക്രോസ് ബി എഴുതണം. എ ക്രോസ് ബിയിലുള്ള എല്ലാ എലമെൻറ്റ്സും എഴുതണം. അപ്പോൾ എ ക്രോസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എലമെൻറ്റ് 2, സെക്കൻഡ് എലമെൻറ്റ് 1, ഫസ്റ്റ് എലമെൻറ്റ് 4, സെക്കൻഡ് എലമെൻറ്റ് 1. അപ്പോൾ ഇതാണ് നമ്മുടെ എ ക്രോസ് ബി എന്ന് പറയുന്നത്. ഇനി റിലേഷൻ എന്താണ്? ബൈനറി റിലേഷൻ ഫ്രം എ ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ ക്രോസ് ബിയുടെ ഏതൊരു സബ്സെറ്റും ഒരു ബൈനറി റിലേഷൻ ഫ്രം എ ടു ബി ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സെറ്റ് 2, 1 ഇതൊരു റിലേഷനാണ്. കാരണം ഏതൊരു സെറ്റും അതിൻ്റെ തന്നെ സബ്സെറ്റാണ്. ഓക്കെ, അപ്പോൾ ആ സെറ്റ് 2, 1, 4, 1 ഒരു റിലേഷനാണ് R1. ഇനി ഇതിൻ്റെ ഒരു സബ്സെറ്റാണ് 2, 1 എന്ന് പറയുന്നത്, അതൊരു റിലേഷനാണ്. നെക്സ്റ്റ് 4, 1 ഒരു റിലേഷനാണ്. നെക്സ്റ്റ് നമ്മുടെ നൾ സെറ്റ്, ഇതും എന്താണ്? ഒരു റിലേഷനാണ്. ഓക്കെ, അപ്പോൾ സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എ ക്രോസ് ബി എന്താണ്? റിലേഷൻ ഫ്രം എ ടു ബി ആണ്. ഇതുപോലെ തന്നെ റിലേഷൻ ഫ്രം ബി ടു എ നമുക്ക് എഴുതാം. ബി ക്രോസ് എ എഴുതാം. എന്നിട്ട് ബി ക്രോസ് എയുടെ ഏത് സബ്സെറ്റും റിലേഷൻ ഫ്രം ബി ടു എ ആണ്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്സ് ഓഫ് റിലേഷൻ. ഫസ്റ്റ് വൺ, റിഫ്ലെക്സീവ് റിലേഷൻ. ഒരു റിലേഷൻ, നമ്മുടെ കയ്യിലൊരു സെറ്റ് എ ഉണ്ട്. ആ സെറ്റ് എയിലേക്കുള്ള ഒരു റിലേഷൻ നമ്മുടെ കയ്യിൽ ആറുണ്ട്. എന്ന് പറയുന്ന ഒരു റിലേഷനുണ്ട്. ഒരു സെറ്റും ഉണ്ട്. എയിൽ നിന്നും എയിലേക്കുള്ള ഒരു റിലേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ റിലേഷൻ റിഫ്ലെക്സീവ് ആണ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന സെറ്റിലുള്ള ഏത് എലമെൻ്റ് എടുത്താലും ആ എലമെൻ്റ് അതിനോട് തന്നെ റിലേറ്റഡ് ആയിരിക്കണം. അതായത് എ റിലേറ്റഡ് ടു എ ഫോർ എവറി എ ബിലോങ്സ് ടു എ, അല്ലെങ്കിൽ എ ബിലോങ്സ് ടു ആർ ഫോർ എവറി എ ബിലോങ്സ് ടു എ. അങ്ങനെയുള്ള റിലേഷൻ നമ്മൾ റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് വിളിക്കും. സെക്കൻഡ് റിലേഷൻ, സിമെട്രിക് റിലേഷൻ. തന്നിരിക്കുന്ന സെറ്റിലെ ഏതെങ്കിലും രണ്ട് എലമെൻറ്റ്സ് എയും ബിയും എടുത്തു കഴിഞ്ഞാൽ എ റിലേറ്റഡ് ടു ബി ആണെങ്കിൽ ബി റിലേറ്റഡ് ടു എ ആയിരിക്കണം. എ റിലേറ്റഡ് ടു ബി ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബി റിലേറ്റഡ് ടു എ ആണെങ്കിൽ, അല്ലെങ്കിൽ എ ബി നമ്മൾ ആ തന്നിരിക്കുന്ന റിലേഷനിലുണ്ട്, ബി എയും ആ തന്നിരിക്കുന്ന റിലേഷനിലുണ്ടെങ്കിൽ അത് സിമെട്രിക് ആണ്, ഇല്ലെങ്കിൽ സിമെട്രിക് അല്ല. തേർഡ് വൺ, ട്രാൻസിറ്റീവ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന റിലേഷനിൽ എ എന്ന് പറയുന്ന സെറ്റിലെ ഏത് 3 എലമെൻറ്റ്സ് എ ബി സി എടുത്താലും എ ബി ബി സി ഈ രണ്ട് പെയേഴ്സും തന്നിരിക്കുന്ന റിലേഷനിലുണ്ട്. എ സി എന്ന് പറയുന്ന പെയർ തന്നിരിക്കുന്ന റിലേഷനിലുണ്ടെങ്കിൽ
ട്രാൻസിറ്റീവ് ആണ്, അല്ലെങ്കിൽ ട്രാൻസിറ്റീവ് അല്ല. എ റിലേറ്റഡ് ടു ബി ആണ്, ബി റിലേറ്റഡ് ടു സി ആണെങ്കിൽ എ റിലേറ്റഡ് ടു സി ആയിരിക്കണം. അങ്ങനെയുള്ള റിലേഷനെയാണ് ട്രാൻസിറ്റീവ് എന്ന് വിളിക്കുക. നെക്സ്റ്റ് ആൻറ്റി സിമെട്രിക്. എ റിലേറ്റഡ് ടു ബി ആണ് ആൻഡ് ബി റിലേറ്റഡ് ടു എ ആണെങ്കിൽ എ ഈക്വൽ ടു ബി ആയിരിക്കണം. അങ്ങനെയുള്ള റിലേഷനെ നമ്മൾ ആൻറ്റി സിമെട്രിക് റിലേഷൻ എന്ന് വിളിക്കും. നെക്സ്റ്റ് അസിമെട്രിക് റിലേഷൻ. അസിമെട്രിക് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ റിലേറ്റഡ് ടു ബി ആണ്, പക്ഷേ ബി റിലേറ്റഡ് ടു എ അല്ല. സിമെട്രിക്കിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, അതാണ് അസിമെട്രിക് റിലേഷൻ. ഇറഫ്ലെക്സീവ് റിലേഷൻ. ഇറഫ്ലെക്സീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ അതിനോട് തന്നെ റിലേറ്റഡ് അല്ല. അങ്ങനെയുള്ള റിലേഷനാണ് നമ്മൾ ഇറഫ്ലെക്സീവ് റിലേഷൻ എന്ന് വിളിക്കുക. ഇക്വലൻസ് റിലേഷൻ. നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻ ഓൺ എനി സെറ്റ് എ ഒരു ഇക്വലൻസ് റിലേഷൻ ആവണം എന്നുണ്ടെങ്കിൽ ആ റിലേഷൻ റിഫ്ലെക്സീവ് ആയിരിക്കണം. റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെറ്റിലുള്ള ഏത് എലമെൻ്റ് എടുത്താലും അത് അതിനോട് തന്നെ റിലേറ്റഡ് ആയിരിക്കണം. സെക്കൻഡ്, സിമെട്രിക് ആയിരിക്കണം. സിമെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ റിലേറ്റഡ് ടു ബി ആണെങ്കിൽ ബി റിലേറ്റഡ് ടു എയും ആയിരിക്കണം. ട്രാൻസിറ്റീവ് ആയിരിക്കണം. ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ റിലേറ്റഡ് ടു ബി ആണ്, ബി റിലേറ്റഡ് ടു സി ആണ്, ദെൻ എ റിലേറ്റഡ് ടു സി ആയിരിക്കണം. അങ്ങനെയുള്ള റിലേഷൻ നമ്മൾ എന്ത് വിളിക്കും? ഇക്വലൻസ് റിലേഷൻ. നമ്മുടെ കയ്യിൽ ഒരു സെറ്റ് ഉണ്ട്, ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. ആ റിലേഷൻ ഇക്വലൻസ് റിലേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെക്ക് ചെയ്യണം? ആ തന്നിരിക്കുന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം, സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യണം, ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം തന്നിരിക്കുന്ന റിലേഷൻ ഒരു ഇക്വലൻസ് റിലേഷൻ ആണ്. ഇക്വലൻസ് ക്ലാസ്. Equivalence class. Let R be an equivalence relation on a set A. Then, for each x belongs to A, the equivalence class of x, denoted by equivalence class of x, defined as the set of all y belongs to A, such that y related to x. അതായത് നമ്മുടെ കയ്യിൽ R എന്ന് പറയുന്ന ഒരു റിലേഷൻ ഉണ്ട്, ഒരു സെറ്റ് ഉണ്ട്. ഒരു സെറ്റിൽ ഒരു R എന്ന് പറയുന്ന റിലേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സെറ്റിലുള്ള ഒരു എലമെൻ്റ് ആണ് എക്സ് എന്ന് പറയുന്നത്. ആ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വലൻസ് ക്ലാസ്സിൽ വരുന്ന എലമെൻറ്റ്സ് എങ്ങനെയായിരിക്കും? ഈ എക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എലമെൻറ്റ്സിൻ്റെയും സെറ്റ് എ എന്ന് പറയുന്ന സെറ്റിലുള്ള എലമെൻറ്റ്സ് ആയിരിക്കും. ആ എലമെൻറ്റ്സ് എക്സുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. വൈ റിലേറ്റഡ് ടു എക്സ്. എക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എയിലുള്ള എല്ലാ വൈസിൻ്റെയും കളക്ഷനാണ് നമ്മൾ ഇക്വലൻസ് ക്ലാസ് ഓഫ് എക്സിൽ വരുന്നത്. ക്വസ്റ്റ്യൻ: ഡിഫൈൻ ആർ ഫ്രം Z to Z by R is equal to set of all xy such that 3 divides x minus y. Prove that R is an equivalence relation on Z. Also determine the equivalence classes of R. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് R ഒരു ഇക്വലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം, അതുപോലെ തന്നെ ഇക്വലൻസ് ക്ലാസ്സസും ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് R ഇക്വലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാം. ഇക്വലൻസ് റിലേഷൻ ആവാൻ എന്തൊക്കെയാവണം? R റിഫ്ലെക്സീവ് ആയിരിക്കണം, സിമെട്രിക് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം. നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. ടു പ്രൂവ് R is reflexive. R റിഫ്ലെക്സീവ് ആണോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. Let A belongs to Z. സെറ്റിലുള്ള ഒരു എലമെൻ്റ് ആണ് എ എന്ന് നമുക്ക് എടുക്കാം. കൺസിഡർ A minus A. A minus A is equal to 0, which is equal to 3 into 0. That is, we can write A minus A as multiple of 3. That means A minus A is divisible by 3.
എ മൈനസ് എ ഡിവിസിബിൾ ബൈ 3 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിലേഷൻ അനുസരിച്ച് എന്താണ്? എ റിലേറ്റഡ് ടു എ ആണ്. എ റിലേറ്റഡ് ടു എ. ഫോർ എവറി എ ബിലോങ്സ് ടു സെഡ്. അപ്പൊ സെഡിലുള്ള ഏത് എലമെന്റ് എ എടുത്താലും അത് അതിനോട് തന്നെ റിലേറ്റഡ് ആണ്. വിച്ച് മീൻസ് ആർ ഈസ് റിഫ്ലെക്സീവ്. Which means R is reflexive. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യണ്ടേ? To prove R is symmetric. To prove R is symmetric. Okay, നമുക്ക് R symmetric ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി let A B belongs to Z. എയിലുള്ള സെഡിലുള്ള രണ്ട് എലമെന്റ്സ് എ ബി എടുത്തു. assume that A related to B. എ ബിയുമായിട്ട് റിലേറ്റഡ് ആണെന്ന് അസ്യൂം ചെയ്യാൻ നമുക്ക് കാണിക്കേണ്ടത് ബി റിലേറ്റഡ് ടു എ ആണ്. ഓക്കെ, അപ്പോൾ എ റിലേറ്റഡ് ടു ബി എന്ന് അസ്യൂം ചെയ്യാം. എ റിലേറ്റഡ് ടു ബി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? വിത്ത് റെസ്പെക്ട് ടു ദ റിലേഷൻ എ മൈനസ് ബി ഈസ് ഡിവിസിബിൾ ബൈ 3. എ മൈനസ് ബി ഡിവിസിബിൾ ബൈ 3 ആണെന്നറിയാം. അതായത് എ മൈനസ് ബി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. എ മൈനസ് ബി 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് നമുക്ക് അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? എ മൈനസ് ബി ഈസ് ഈക്വൽ ടു 3k എന്ന് എഴുതാം. എ മൈനസ് ബി ഈസ് ഈക്വൽ ടു 3k. നൗ കൺസിഡർ ബി മൈനസ് എ. ബി മൈനസ് എ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എ മൈനസ് ബി, which is equal to minus of 3k, which is equal to 3k1. k1 is equal to minus k. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ബി മൈനസ് എ എന്ന് പറയുന്നതിനെ നമുക്ക് 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റി. ദാറ്റ് ഈസ് ബി മൈനസ് എ ഈസ് ഡിവിസിബിൾ ബൈ 3. ബി മൈനസ് എനെ നമുക്ക് 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് എന്ത് പറയാം? ബി മൈനസ് എ ഈസ് ഡിവിസിബിൾ ബൈ 3 എന്ന് പറയാം. അപ്പൊ നമുക്ക് എന്ത് പറയാം? ബി ഈസ് റിലേറ്റഡ് ടു എ. ബി റിലേറ്റഡ് ടു എ. അപ്പൊ നമ്മൾ എ റിലേറ്റഡ് ടു ബി ആണെന്ന് അസ്യൂം ചെയ്തു. ബി റിലേറ്റഡ് ടു എ എന്ന് പ്രൂവ് ചെയ്തു. Therefore R is symmetric. Therefore R is symmetric. R symmetric ആണ്. ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? R ട്രാൻസിറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം. To prove R is transitive. To prove R is transitive. അതിന് നമ്മൾ ആദ്യം എന്തെടുക്കും? Let A, B, C belongs to Z. Zലുള്ള 3 എലമെന്റ്സ് A, B, C എടുത്തു. Assume that A related to B and B related to C. A related to B ആണെന്നും B related to C ആണെന്നും അസ്യൂം ചെയ്യാം. Since A related to B, we have A minus B is divisible by 3. That is
a minus b is equal to 3k1. Since b related to c, we have b minus c is divisible by 3. Therefore, b minus c is equal to 3k2. Now consider a minus c, which is equal to a plus b, a minus b plus b minus c. A minus c is equal to a minus b plus b minus c, which is equal to a minus b എന്താ 3k1 ആണ്, plus b minus c എന്താ 3k2 ആണ്, which is equal to 3 into k1 plus k2, which is equal to 3 into k3, where k3 is equal to k1 plus k2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? a minus c is a multiple of 3 എന്ന് കിട്ടി. അതായത് a minus c is divisible by 3 എന്ന് കിട്ടി. That is a related to c ആണ്, which implies r is transitive. r transitive ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? തന്നിരിക്കുന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. ദെർഫോർ അത് ഒരു ഇക്വലൻസ് റിലേഷൻ ആണ്. ഇവിടെ ഇക്വലൻസ് ക്ലാസ്സസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇക്വലൻസ് ക്ലാസ്സസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇക്വലൻസ് ക്ലാസ് ഓഫ് 0 ഇസ് ഈക്വൽ ടു, നമ്മൾ ഇക്വലൻസ് ക്ലാസിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് സെറ്റ് ഓഫ് ഓൾ y belongs to z such that y related to 0. ഇതാണ് ഡെഫിനിഷൻ പ്രകാരം ഇക്വലൻസ് ക്ലാസ് ഓഫ് 0 എന്ന് പറയുന്നത്. which is equal to set of all y belongs to z such that y minus 0 is divisible by 3 or y minus 0 multiple of 3k. That is set of all y belongs to z such that y is equal to 3k, which is equal to കേക്ക് നമുക്ക് വാല്യൂസ് കൊടുക്കാം. അപ്പം -∞ തുടങ്ങും, അപ്പോൾ എക്സെട്ര ഉണ്ടാവും. നെക്സ്റ്റ് കേക്ക് -2 കൊടുത്താൽ 3 × -2 -6 വരും. കേക്ക് -1 കൊടുത്താൽ 3 × -1 -3 വരും. കേക്ക് 0 കൊടുത്താൽ 3 × 0 0 വരും. കേക്ക് 1 കൊടുക്കുമ്പം 3 × 1 3 വരും. 2 കൊടുക്കുമ്പം 3 × 2 6 വരും, എക്സെട്ര. അപ്പം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം റിമൈൻഡർ 0 വരുന്നത്, ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരുന്നതാണ് നമുക്ക് എന്ത് സെറ്റ് ഓഫ് ഓൾ ഇക്വലൻസ് ക്ലാസ്സസ് ഓഫ് 0യിൽ വരുന്നത്. നമുക്ക് ഇക്വലൻസ് ക്ലാസ് ഓഫ് 1 കണ്ടുപിടിക്കാം. ഇക്വലൻസ് ക്ലാസ് ഓഫ് 1 ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ y belongs to z such that y related to 1. Okay, which is equal to set of all y belongs to z such that y minus 1 equal to 3k, which is equal to set of all y belongs to z such that y is equal to 3k plus 1, which is equal to കേക്ക് വാല്യൂസ് കൊടുക്കാം. -∞ തുടങ്ങും, -2 കൊടുക്കാം. 3 × -2 plus 1, 3 × -2 എന്ന് പറയുമ്പോൾ -6 plus 1 -5 വരും. നെക്സ്റ്റ് 3 × -1
-4 വരും. 3 into -1 -3 വരും. +1 -2 3 into 0 +1 1 3 into 1 +1 3 +1 4 3 into 2 +1 6 +1 7 etc. Equivalence class of 1 വരുന്ന എലമെന്റ്സ് ഇതൊക്കെയാണ്. നെക്സ്റ്റ് equivalence class of 2 നോക്കാം. Equivalence class of 2 is equal to set of all y belongs to z such that y is equal to 3k plus 2. സിമിലർ മെത്തേഡിൽ ചെയ്തു വരുമ്പോൾ നമുക്ക് y is equal to 3k plus 2 എന്ന് കിട്ടും. കേക്ക് വാല്യൂസ് കൊടുക്കുമ്പോൾ -∞ എക്സെട്ര. -2 കൊടുത്തു കഴിഞ്ഞാൽ -6 + 2 -4 -1 കൊടുക്കുമ്പോൾ -3 + 2 -1 0 കൊടുക്കുമ്പം 2 1 കൊടുക്കുമ്പം 5 2 കൊടുക്കുമ്പം 8 എക്സെട്ര. അപ്പം ഈ 3 ഇക്വലൻസ് ക്ലാസ്സസ് ആണ് ഡിഫറൻ്റ് ആയിട്ട് വരുന്നത്. ബാക്കി സെറ്റിലുള്ള ഏത് വാല്യൂവിൻ്റെ ഇക്വലൻസ് ക്ലാസ്സസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അതെല്ലാം ഇതിലേതെങ്കിലും ഒരു ഇക്വലൻസ് ക്ലാസ്സിന് സിമിലർ ആയിരിക്കും. ഓക്കെ, ഇതൊരു ഇൻഫൈനൈറ്റ് സെറ്റിൻ്റെ ഒരു ഇൻഫൈനൈറ്റ് സെറ്റിൽ തന്നിട്ടുള്ള റിലേഷന് ഇക്വലൻസ് ആണോ ഇല്ലയോ എന്നാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്തത്. അതിൻ്റെ ഇക്വലൻസ് ക്ലാസ്സസ് ആണ് നമ്മൾ എഴുതിയത്. നമുക്കൊരു ഫൈനൈറ്റ് സെറ്റ് നോക്കാം. ഫൈനൈറ്റ് സെറ്റ് തന്നിട്ട് അത് ഇക്വലൻസ്, അതിലൊരു റിലേഷൻ തന്നിട്ട് അത് ഇക്വലൻസ് റിലേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ ഇക്വലൻസ് ക്ലാസ്സസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് let A is equal to set 1 2 3 4 5 and R is equal to set 1 1 2 2 3 3 4 4 5 5 2 3 3 2 4 5 5 4. അപ്പം check whether the given relation is an equivalence relation or not. If it is an equivalence relation, then find the equivalence classes. അപ്പം അങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ. അപ്പം ആദ്യം നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻ ഇക്വലൻസ് ആണോ എന്ന് നോക്കണം. അതിനുവേണ്ടി റിഫ്ലെക്സീവ് ആണോ സിമെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കുക. ഫസ്റ്റ് ടു പ്രൂവ് റിഫ്ലെക്സീവ്. അപ്പോൾ റിഫ്ലെക്സീവ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? എല്ലാ എലമെൻറ്റ്സും അതിനോട് തന്നെ റിലേറ്റഡ് ആയിരിക്കണം. അതായത് തന്നിരിക്കുന്ന റിലേഷനിൽ 1 1 2 2 3 3 4 4 5 5 ഉണ്ടായിരിക്കണം. അപ്പോൾ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന റിലേഷനിൽ 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്, 4 4 ഉണ്ട്, 5 5 ഉണ്ട്. സോ അത് റിഫ്ലെക്സീവ് ആണ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സിമെട്രിക് ആണോ എന്നാണ്. സിമെട്രിക് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? എ റിലേറ്റഡ് ടു ബി ആണെങ്കിൽ ബി റിലേറ്റഡ് ടു സി ആണോ എന്ന് നോക്കുക. ഓക്കെ, അപ്പം നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻ നോക്കുക. 1 1 2 2 3 3 4 4 5 5 അത് ഓൾറെഡി നോക്കി. നെക്സ്റ്റ് 2 3 ഉണ്ട്. 2 3 ഉണ്ടെങ്കിൽ സിമെട്രിക് ആവണം എന്നുണ്ടെങ്കിൽ 3 2 ഉണ്ടായിരിക്കണം. 3 2 ഉണ്ടോ എന്ന് നോക്കുക. 3 2 ഉണ്ട്. അപ്പം അത് ഓക്കെ. ഇനി 4 5 ഉണ്ട്. 4 5 ഉണ്ടെങ്കിൽ 5 4 ഉണ്ടായിരിക്കണം. 5 4 ഉണ്ട്. അപ്പം അതെന്താണ്? സിമെട്രിക് ആണ്. ഇനി ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കാം. ട്രാൻസിറ്റീവ് ആവാൻ വേണ്ടിയിട്ട് എ റിലേറ്റഡ് ടു ബി ആവണം. എ റിലേറ്റഡ് ടു ബി, ബി റിലേറ്റഡ് ടു സി ആണെങ്കിൽ എ റിലേറ്റഡ് ടു സി ആയിരിക്കണം എന്നാണ്. അപ്പം നമുക്ക് നോക്കാം. 2 റിലേറ്റഡ് ടു 3 ആണ്, 3 റിലേറ്റഡ് ടു 2 ആണ്. അപ്പോൾ 2 റിലേറ്റഡ് ടു 2 ഉണ്ടോ എന്ന് നോക്കാം. 2 ഇതിൽ പ്രസന്റ് ആണ്. സോ അത് ട്രാൻസിറ്റീവ് ആണ്. അതുപോലെ 4 5 ഉണ്ട്, 5 4 ഉണ്ട്, 4 4 ഉണ്ട്. അപ്പോൾ അതെന്താണ്? ട്രാൻസിറ്റീവ് ആണ്. സോ ദ ഗിവൺ റിലേഷൻ ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ. ഇനി ഇതിൻ്റെ ഇക്വലൻസ് ക്ലാസ്സസ് നോക്കാം. ഇക്വലൻസ് ക്ലാസ് ഓഫ് 1. ഇക്വലൻസ് ക്ലാസ് ഓഫ് 1 എന്ന് പറയുന്നത് എങ്ങനെ വരും? സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ഓഫ് y സച്ച് ദാറ്റ് y റിലേറ്റഡ് ടു y. 1 റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എലമെന്റ്സിനെയും സെറ്റാണ് ഇക്വലൻസ് ക്ലാസ് ഓഫ് 1 വരിക. അതായത് ഈ റിലേഷൻ അനുസരിച്ച് സെക്കൻഡ് എലമെന്റ് 1 വരുമ്പോൾ ഉള്ള പെയേഴ്സിന്റെ ഫസ്റ്റ് എലമെന്റ് ആയിരിക്കും ഇക്വലൻസ് ക്ലാസ് ഓഫ് 1 വരുന്നത്. അപ്പോൾ ആകെ ഇവിടെ 1 1 മാത്രമേ ഉള്ളൂ. 1 മാത്രമേ 1നോട് റിലേറ്റഡ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇക്വലൻസ് ക്ലാസ് ഓഫ് 1 വരുന്ന ഏത് എലമെന്റ് ആയിരിക്കും? സെറ്റ് 1 ആയിരിക്കും. ഇക്വലൻസ് ക്ലാസ് ഓഫ് 1 സെറ്റ് 1 ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ്
ഇക്വലൻസ് ക്ലാസ് ഓഫ് 2. ഇക്വലൻസ് ക്ലാസ് ഓഫ് 2 എന്ന് പറയുമ്പം നമുക്ക് എന്ത് വരും? 2 സെക്കൻഡ് എലമെൻ്റ് ആയിട്ടുള്ള പെയേഴ്സ് നോക്കാം. 2 2 ഉണ്ട്, 3 2 ഉണ്ട്. അപ്പോൾ ഇക്വലൻസ് ക്ലാസ് ഓഫ് 2ൽ വരുന്ന വാല്യൂസ് സെറ്റ് 2 3. നെക്സ്റ്റ് ഇക്വലൻസ് ക്ലാസ് ഓഫ് 3. ഇക്വലൻസ് ക്ലാസ് ഓഫ് 3 എന്ന് പറയുമ്പം 3 സെക്കൻഡ് വാല്യൂ ആയിട്ട് വരുന്ന പെയേഴ്സ് നോക്കാം. അത് 3 3 ഉണ്ട്, 2 3 ഉണ്ട്. അപ്പം ഇക്വലൻസ് ക്ലാസ് ഓഫ് 3 എന്ന് പറയുന്നതിൽ സെറ്റ് 2ഉം 3ഉം ആണ്. നെക്സ്റ്റ് ഇക്വലൻസ് ക്ലാസ് ഓഫ് 4. 4 സെക്കൻഡ് വാല്യൂ ആയിട്ട് വരുന്ന പെയേഴ്സ് ആരൊക്കെയാണ്? 4 4ഉം 5 4ഉം. അപ്പോൾ ഇക്വലൻസ് ക്ലാസ് ഓഫ് 4ൽ വരുന്നത് 4ഉം 5ഉം. ഇക്വലൻസ് ക്ലാസ് ഓഫ് 5ൽ സിമിലർലി സെയിം തന്നെയാണ്, 4ഉം 5ഉം.